നമസ്കാരം. മുസ്ലിം വിരുദ്ധമാണോ ലക്ഷദ്വീപിലെ ഈ മദ്യനയം? മോദി സർക്കാരിന്റെ ലക്ഷ്യം ലക്ഷദ്വീപിലെ സമാധാനം എന്നേക്കുമായി നശിപ്പിക്കുക എന്നതാണോ? വീണ്ടും അധികാരത്തിന്റെ അസ്വസ്ഥപ്പെടുത്തുന്ന കടന്നുകയറ്റമാണ് ദ്വീപ് നേരിടുന്നത്. 5 പതിറ്റാണ്ടായി ലക്ഷദ്വീപ് കാത്തു സൂക്ഷിച്ച സമാധാനവും സാംസ്കാരിക മൂല്യങ്ങളും ഒറ്റയടിക്ക് കടപുഴക്കി എറിയുകയാണോ കേന്ദ്ര സർക്കാർ? വികസനത്തിന്റെ തിളങ്ങുന്ന ചായം പൂശിയ മദ്യക്കുപ്പികൾ ദ്വീപിലെത്തുമ്പോൾ മോദി സർക്കാർ ലക്ഷ്യം വെക്കുന്നത് കോർപ്പറേറ്റ് ലാഭമാണോ, അതോ ആ ജനതയുടെ വിശ്വാസത്തെയും സ്വത്വത്തെയും തകർക്കലോ? മാലിദ്വീപിനോട് മത്സരിക്കാൻ എന്ന പേരിൽ 95% മുസ്ലിങ്ങൾ താമസിക്കുന്ന ലക്ഷദ്വീപിൽ എന്തിനാണ് ഭരണകൂടം മദ്യമൊഴുക്കുന്നത്? ലക്ഷദ്വീപിന്റെ സാംസ്കാരിക തനിമയെയും ജനവികാരത്തെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ ഏകപക്ഷീയമായ തീരുമാനത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് ടൂറിസത്തിന് പുതിയ ഉണർവ് നൽകുമെന്ന വാദത്തിലാണോ, അതോ ജനവാസ മേഖലകളിൽ മദ്യം സുലഭമാക്കുന്നത് സാമൂഹിക അന്തരീക്ഷം തകർക്കുമെന്ന ആശങ്കയിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങളുടെ തുറന്ന അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് വിശദമായ വാർത്തയിലേക്ക് വരാം. ഇന്ത്യയുടെ ഭൂപടത്തിലേക്ക് നോക്കിയാൽ അറബിക്കടലിൽ മരതക പച്ച ചാർത്തി നിൽക്കുന്ന ഒരു കൊച്ചു ഭൂപ്രദേശം കാണാം, ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ശാന്തവും കുറ്റകൃത്യങ്ങൾ ഏറ്റവും കുറഞ്ഞതുമായ പ്രകൃതി ഭംഗി തുളുമ്പുന്ന ആ മനോഹര ദ്വീപ് സമൂഹം ഇന്ന് വലിയൊരു രാഷ്ട്രീയ സാമൂഹിക പോരാട്ടത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലമായി, അതായത് അരനൂറ്റാണ്ടോളമായി ലക്ഷദ്വീപിന്റെ സമാധാനപരമായ അന്തരീക്ഷത്തിനും സാംസ്കാരിക തനിമയ്ക്കും കാവലായിരുന്ന മദ്യനിരോധനം ഒറ്റയടിക്ക് എടുത്തു കളയാൻ കേന്ദ്രത്തിലെ മോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഈ തീരുമാനത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് കേവലം വിനോദസഞ്ചാര വികസനത്തിന് വേണ്ടിയുള്ള നീക്കമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ ഒരു ജനതയുടെ സംസ്കാരത്തെയും അവരുടെ ഐഡന്റിറ്റിയെയും തകർക്കാൻ ഭരണകൂടം നടത്തുന്ന ആസൂത്രിതമായ ഗൂഢാലോചനയാണോ ഇത്? ഈ വിഷയത്തിന്റെ അന്തർധാരകളിലേക്കും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളിലേക്കും നമ്മൾക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനസംഖ്യയുടെ 95%-ലധികം മുസ്ലിം ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഒരിടമാണ് ലക്ഷദ്വീപ്. ഇസ്ലാമിക വിശ്വാസ പ്രകാരം മദ്യപാനവും മദ്യവ്യാപാരവും പൂർണ്ണമായും നിഷിദ്ധമാണ്. തങ്ങളുടെ മതപരമായ മൂല്യങ്ങളും ദ്വീപിന്റെ സമാധാന അന്തരീക്ഷവും തകർക്കാതിരിക്കാൻ 1979-ലാണ് ലക്ഷദ്വീപിൽ പൂർണ്ണമായ മദ്യനിരോധനം ഏർപ്പെടുത്തിയത്. അന്നു മുതൽ ഇന്ന് വരെ ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷിതമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ കഴിയുന്ന ഒരിടമായി ലക്ഷദ്വീപ് നിലകൊണ്ടത് ഈ ഒരു നിയന്ത്രണത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് എന്നത് ഓർക്കേണ്ടതുണ്ട്. എന്നാൽ ലക്ഷദ്വീപ് എക്സൈസ് റെഗുലേഷൻ 2026 എന്ന പുതിയ നിയമത്തിലൂടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ നിരോധനം റദ്ദാക്കിക്കൊണ്ട് പുതിയ എക്സൈസ് നയത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നു. ഈ നീക്കം ദ്വീപ് നിവാസികളുടെ നെഞ്ചിലേക്കാണ് കേന്ദ്ര സർക്കാർ കോരിയിട്ടിരിക്കുന്ന തീക്കനലായി മാറുന്നത്. ഭരണകൂടം പുറമേക്ക് പറയുന്ന ന്യായീകരണങ്ങൾ വളരെ ആകർഷകമാണ്. വിനോദസഞ്ചാരം വളർത്തുക, അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ ലക്ഷദ്വീപിനെ മാലിദ്വീപിനോട് മത്സരിക്കാൻ തക്കവണ്ണം ഉയർത്തുക, എക്സൈസ് തീരുവയിലൂടെ ലൈസൻസ് ഫീസിലൂടെയും ലക്ഷദ്വീപ് ഭരണകൂടത്തിന് വരുമാനം വർദ്ധിപ്പിക്കുക, ഇതൊക്കെയാണ് അവർ നിരത്തുന്ന വാദങ്ങൾ. കേൾക്കുമ്പോൾ വളരെ നല്ലതായിട്ട് തോന്നും. എന്നാൽ ഈ തിളങ്ങുന്ന വാദങ്ങളുടെ മറവിൽ ഒളിഞ്ഞിരിക്കുന്നത് വംശീയവും രാഷ്ട്രീയപരവുമായ ചില ഗൂഢ ലക്ഷ്യങ്ങളാണെന്ന് പകൽ പോലെ വ്യക്തമാണ്. ഒരു ജനതയുടെ തദ്ദേശീയമായ സംസ്കാരത്തെയും അവരുടെ പാരമ്പര്യത്തെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ജനാധിപത്യപരമായ യാതൊരു കൂടിയാലോചനകളും നടത്താതെയാണ് ഈ തീരുമാനം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ലക്ഷദ്വീപിലെ തദ്ദേശീയരായ ജനങ്ങളോടോ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടോ ജനപ്രതിനിധികളോടോ ഈ വിഷയത്തിൽ ഒരു ചർച്ച പോലും നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ഇതാണ് ഈ നീക്കത്തിന് പിന്നിലെ ഫാസിസ്റ്റ് സ്വഭാവം വ്യക്തമാക്കുന്നത്. ചരിത്രപരമായി നോക്കിയാൽ കേന്ദ്രത്തിലെ BJP സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ലക്ഷദ്വീപിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പല നീക്കങ്ങളും നമ്മൾ കണ്ടതാണ്. അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഘോട്ടെ പട്ടേലിനെ മുൻനിർത്തി ദ്വീപിലെ ജനങ്ങളുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിന് മേൽ കൈവച്ചതും ബീഫ് നിരോധിക്കാൻ ശ്രമിച്ചതും ഡയറി ഫാമുകൾ പൂട്ടിച്ചതുമെല്ലാം നമ്മൾ കണ്ട കാര്യങ്ങളാണ്. അതിന്റെ എല്ലാം തുടർച്ചയായ ഏറ്റവും ഒടുവിലത്തെ ആയുധമാണ് ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്ന മദ്യലഭ്യത. ഇസ്ലാമിക വിശ്വാസങ്ങളെയും സാമൂഹിക മൂല്യങ്ങളെയും തകർക്കുക വഴി ആ ജനതയുടെ ആത്മവിശ്വാസത്തെയും ഐഡന്റിറ്റിയെയും തകർക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട അജണ്ട. കശ്മീരിൽ ചെയ്തതുപോലെ ഒരു പ്രത്യേക ജനവിഭാഗം ഭൂരിപക്ഷമുള്ള പ്രദേശത്തെ അവരുടെ തനത് സംസ്കാരത്തിൽ നിന്ന് അടർത്തി മാറ്റുക, അവരെ അരികുവൽക്കരിക്കുക എന്ന സംഘപരിവാർ അജണ്ടയുടെ വ്യക്തമായ പരീക്ഷണശാലയായി ലക്ഷദ്വീപിനെ മാറ്റുകയാണ് അവർ. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തെ കേവലം സാമ്പത്തിക നയമായിട്ട് കാണാൻ കഴിയില്ല. ഇതൊരു വ്യക്തമായ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയ നീക്കമാണ് എന്ന് നിസ്സംശയം പറയാം.
പുതിയ നിയമപ്രകാരം മദ്യത്തിന്റെ നിർമ്മാണം, ഇറക്കുമതി, സംഭരണം, വിപണനം എന്നിവയെല്ലാം കർശനമായ ലൈസൻസിംഗിലൂടെ തുറന്നു കൊടുക്കുകയാണ്. സർക്കാർ സ്ഥാപനങ്ങൾക്കും തെരഞ്ഞെടുത്ത സ്വകാര്യ ഏജൻസികൾക്കും ലൈസൻസ് നൽകുമെന്നാണ് പറയുന്നത്. ഇവിടെയാണ് കോർപ്പറേറ്റ് അജണ്ടകൾ ഒളിഞ്ഞിരിക്കുന്നത്. വികസനത്തിന്റെ പേരിൽ ദ്വീപിന്റെ ഭൂമിയും റിസോർട്ട് വ്യവസായങ്ങളും വൻകിട ബിസിനസ് ലോബികൾക്ക് അടിയറവ് വെക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ടൂറിസത്തിന്റെ പേരിൽ ദ്വീപിനെ വൻകിട കോർപ്പറേറ്റുകളുടെ ആഡംബര കേന്ദ്രമാക്കി മാറ്റുമ്പോൾ അവിടെയുള്ള സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളും തദ്ദേശീയരും സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടും. അവരുടെ പരമ്പരാഗത തൊഴിലിടങ്ങളും സ്വൈര ജീവിതവും തകരും. കോർപ്പറേറ്റുകൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ജനതയെ അവരുടെ മണ്ണിൽ അഭയാർത്ഥികളാക്കുന്ന വികസന മാതൃക തന്നെയാണ് ഇത്. ടൂറിസം വളർത്താൻ മദ്യം അനിവാര്യമാണ് എന്ന വാദം തന്നെ എത്രമാത്രം പൊള്ളയാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മാലിദ്വീപിനെ മാതൃകയാക്കാൻ പറയുന്നവർ ഒരു യാഥാർത്ഥ്യം മറച്ചുവെക്കുന്നു. മാലിദ്വീപിൽ വിദേശികൾക്കായി റിസോർട്ടുകൾ ഉള്ള ദ്വീപുകളിൽ മാത്രമാണ് മദ്യ ലഭ്യതയുള്ളത്. അവിടുത്തെ തദ്ദേശീയരായ ജനങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലകളിൽ മദ്യം പൂർണ്ണമായും നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴും. ലക്ഷദ്വീപിലും ഇതേ മാതൃക നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ജനവാസമില്ലാത്ത ബംഗാരം പോലുള്ള ടൂറിസ്റ്റ് റിസോർട്ടുകളിൽ വിദേശ സഞ്ചാരികൾക്കായി പരിമിതമായ രീതിയിൽ മദ്യം ലഭ്യമാക്കിയിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ജനവാസ മേഖലകളിലേക്ക് കൂടി മദ്യവ്യാപാരം വ്യാപിക്കാൻ എക്സൈസ് നയം രൂപീകരിക്കുന്നത് ടൂറിസം വികസനത്തിനല്ല, മറിച്ച് അവിടുത്തെ സാമൂഹിക ഘടനയെ ബോധപൂർവം അട്ടിമറിക്കാൻ വേണ്ടി തന്നെയാണ്. ഈ തീരുമാനത്തിലൂടെ ലക്ഷദ്വീപിലെ യുവതലമുറയെ തകർക്കാനുള്ള വലിയൊരു കെണിയാണ് ഒരുങ്ങുന്നത്. വളരെ ചെറിയ ജനസംഖ്യയുള്ള ആളുകൾ പരസ്പരം അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സമൂഹമാണല്ലോ ലക്ഷദ്വീപിലുള്ളത്. അവിടെ മദ്യം സുലഭമാക്കുന്നതിലൂടെ യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുകയും അത് കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയിലേക്കും ക്രമസമാധാന തകർച്ചയിലേക്കും നയിക്കുകയും ചെയ്തേക്കാം. ഇതുവരെ ലക്ഷദ്വീപിൽ വലിയ പോലീസ് സംവിധാനങ്ങളോ വലിയ ജയിലുകളോ ആവശ്യമായി വന്നിരുന്നില്ല എന്നുകൂടി ഓർക്കണം. കാരണം അവിടെ കുറ്റകൃത്യങ്ങൾ വിരളമായിരുന്നു. എന്നാൽ മദ്യത്തിന്റെ വരവോടെ അവിടുത്തെ സമാധാന അന്തരീക്ഷം തകർന്നു പോകും. ജനങ്ങൾക്കിടയിൽ അരാജകത്വവും ആഭ്യന്തര കലഹങ്ങളും സൃഷ്ടിക്കുക വഴി ഭരണകൂട വിരുദ്ധ പോരാട്ടങ്ങളിൽ നിന്നും തങ്ങളുടെ അവകാശ സംരക്ഷണങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുക എന്നത് ഇത്തരം അധിനിവേശ രാഷ്ട്രീയത്തിന്റെ സ്ഥിരം തന്ത്രവുമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടത് അവിടുത്തെ ജനങ്ങളുടെ താല്പര്യങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങളും മാനിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം. ജനങ്ങളെ ശത്രുക്കളായി കണ്ടുകൊണ്ട് അവരുടെ സംസ്കാരത്തെയും അവരുടെ മതവിശ്വാസങ്ങളെയും ചവിട്ടി മെതിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു വികസനവും ജനാധിപത്യപരമല്ല എന്ന വലിയ സത്യമാണ് എനിക്ക് പറയാനുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ഈ ഏകപക്ഷീയമായ തീരുമാനം ഭരണഘടനാ വിരുദ്ധവും ജനവിരുദ്ധവുമാണ്. ലക്ഷദ്വീപിന്റെ സാംസ്കാരിക സ്വത്വത്തെ ഇല്ലാതാക്കാനും ആ മണ്ണിൽ കോർപ്പറേറ്റ് ആധിപത്യം സ്ഥാപിക്കാനും ഭരണകൂടം നടത്തുന്ന ഈ നിഗൂഢമായ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധമാണ് ഉയരേണ്ടത്. ലക്ഷദ്വീപിലെ ജനത ഒറ്റയ്ക്കല്ലെന്നും അവരുടെ സാംസ്കാരിക നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ ജനാധിപത്യ ഇന്ത്യ ഒപ്പം ഉണ്ടാകുമെന്നും ഈ സാഹചര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം ജനദ്രോഹപരമായ പരിഷ്കാരങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണങ്ങൾ എല്ലാ കോണുകളിൽ നിന്നും ഉയരേണ്ടത് അത്യാവശ്യമാണ്. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം സ്വന്തം ജനതയുടെ വികാരങ്ങളെ മാനിക്കാൻ ബാധ്യസ്ഥരാണ്. ലക്ഷദ്വീപിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ കോർപ്പറേറ്റ് വർഗീയ അജണ്ടകളെ ചെറുത്തു തോൽപ്പിക്കാൻ ദ്വീപ് നിവാസികൾ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പൂർണ്ണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് എന്ന് എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും ശ്രമിക്കണേ.